ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് അതിലെ സ്റ്റോറിയായ ക്രോബോയുടെ ആക്ടിവിറ്റീസും അതുപോലെ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെലാർ? എന്തുകൊണ്ടാണ് സ്കൂളിലെ നിലവറയിൽ കയറി ചിബി ഒളിച്ചിരുന്നത്? ചിബി ഹിഡ് ഇൻ ദ സെലാർ ബിക്കോസ് ഹി വാസ് ഷൈ ആൻഡ് ഫ്രൈറ്റൻഡ് ഓൺ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. വളരെ നാണവും പിന്നെന്താണ്, എല്ലാവരെയും പേടിയായിരുന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അവൻ എല്ലാത്തിനെയും പേടിയും നാണവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്കൂളിലെ നിലവറയിൽ കയറിയിരുന്ന് ഒളിച്ചിരുന്നത്. വാട്ട് ഈസ് ദ നിക് നെയിം ചിബി മീൻ? എന്താണ് ചിബി എന്നുള്ള നിക് നെയിം അല്ലേ, ഇരട്ട പേരിൻ്റെ അർത്ഥം? എന്താണ് അർത്ഥം? ദ നിക് നെയിം ചിബി മീൻസ് ടൈനി ബോയ്. ചെറിയ കുട്ടി എന്നുള്ള അർത്ഥമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ചിബി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം? എന്താണ്, പഠിക്കുന്ന സമയത്ത് എപ്പോഴും അവൻ എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് ചിബി വാസ് ലെഫ്റ്റ് അലോൺ ബിക്കോസ് ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ അതർ ചിൽഡ്രൻ. മറ്റു കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടാൻ അവന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഒറ്റപ്പെട്ടു പോയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ചിബി അമ്യൂസ് ഹിംസെൽഫ് ഡ്യൂറിങ് ക്ലാസ് അവേഴ്സ്? അവൻ എങ്ങനെയാണ് സ്വയം വിനോദം കണ്ടെത്തിയത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ചിബി അമ്യൂസ്ഡ് ഹിംസെൽഫ് ബൈ സ്റ്റെയറിങ് അറ്റ് ദ സീലിംഗ്. കുറേ നേരം സീലിംഗിൽ നോക്കിയിരിക്കും. പിന്നെയോ ലുക്കിംഗ് അറ്റ് ദ ഡിസൈൻസ് ഓൺ ഹിസ് ക്ലാസ്മേറ്റ്സ് ഷർട്ട്. അവൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ ഷർട്ടിൽ ഡിസൈൻ നോക്കിയിരിക്കും. പിന്നെ ആൻഡ് വാച്ചിങ് ദ വ്യൂ ഔട്ട്സൈഡ് ദ വിൻഡോ. ജനലിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകൾ നോക്കിയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അവൻ സ്വയം വിനോദം കണ്ടെത്തിയിരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് എവരി വൺ കോൾ ചിബി സ്ലോപ്പ് വോക്ക്? എന്താണ്, അലസനായ അല്ലെങ്കിൽ മടിയനായ, വളരെ പതുക്കെ അങ്ങനെയുള്ള കുട്ടിയെന്ന് അവനെ കളിയാക്കി എല്ലാവരും വിളിക്കാൻ കാരണം എന്താണ്? എവരി വൺ കോൾ ചിബി സ്ലോപ്പ് വോക്ക് ബിക്കോസ് ഹി വാക്ക്ഡ് വെരി സ്ലോലി ആൻഡ് ഓൾവേസ് കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ. ഏറ്റവും പതുക്കെയാണ് നടന്നിട്ടാണ് സ്കൂളിലേക്ക് വരിക. ഏന്തി വലിഞ്ഞല്ലേ പതുക്കെയാണ് അവൻ സ്കൂളിലേക്ക് വരിക. അതുകൊണ്ടാണ് അവനെ എല്ലാവരും സ്ലോപ്പ് വോക്ക് എന്ന് കളിയാക്കി വിളിച്ചത്. ഹൂ ചേഞ്ച് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി? ഞങ്ങളുടെ, അതായത് സ്കൂളിൽ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ കാഴ്ചപ്പാട്, ചിബിയോടുള്ള കാഴ്ചപ്പാട് മാറ്റിയെടുത്തത് ആരാണ്? മിസ്റ്റർ ഐസോപ്പ് ദ ന്യൂ ടീച്ചർ ചേഞ്ച് ദ വേ എവ്രി വൺ ലുക്ക്ഡ് അറ്റ് ചിബി. ആരാണ്? മിസ്റ്റർ ഐസോപ്പ് സാറാണല്ലേ. അദ്ദേഹമാണ് ബാക്കിയുള്ളവരുടെ ചിബിയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിസ്റ്റർ ഐസോപ്പ് എൻകറേജ് ചിബി? എങ്ങനെയാണ് ഐസോപ്പ് സാർ ചിബിയെ എൻകറേജ് ചെയ്തത്? എങ്ങനെയാണ്? മിസ്റ്റർ ഐസോപ്പ് എൻകറേജ് ചിബി ബൈ അപ്രീഷിയേറ്റിംഗ് ഹിസ് ഡ്രോയിങ്സ് ആൻഡ് റൈറ്റിങ്സ്. അവൻ്റെ ഡ്രോയിങ്സ് ഒക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു. അതൊക്കെ എന്ത് ചെയ്തു? ഡിസ്പ്ലേയിങ് ദം ഓൺ ദ വാൾ ആൻഡ് സ്പെൻഡിങ് ടൈം ടോക്കിംഗ് ടു ഹിം അല്ലേ. അതൊക്കെ നല്ലതാണ് ചിത്രമൊക്കെ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ ചുമരിൽ തൂക്കിയിട്ടു. പിന്നെന്താണ്, അവനോട് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ അവനെ അങ്ങനെ കോൺഫിഡൻ്റ് ആക്കി എടുത്തു. ഹൗ ഡിഡ് മിസ്റ്റർ ഐസോപ്പ് ഹെൽപ്പ് ചിബി ഫീൽ ബെറ്റർ അബൌട്ട് ഹിംസെൽഫ്? അവൻ്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കിയെടുത്ത് എങ്ങനെയാണ് മിസ്റ്റർ ഐസോപ്പ് എന്നാണ് ചോദിക്കുന്നത്. മിസ്റ്റർ ഐസോപ്പ് ട്രീറ്റഡ് ചിബി വിത്ത് കൈൻഡ്നെസ്. ദയോടുകൂടി അവനോട് പെരുമാറി. അപ്രീഷിയേറ്റഡ് ഹിസ് ടാലൻസ്. അവൻ്റെ കഴിവുകളെ അദ്ദേഹം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. ആൻഡ് ഗേവ് ഹിം കോൺഫിഡൻസ് ബൈ എൻകറേജിങ് ഹിം അല്ലേ. അവന് കോൺഫിഡൻസ് കൊടുത്തു. നീ വളരെ ധൈര്യമുള്ള കുട്ടിയാണ്, നിനക്ക് ഇതൊക്കെ അറിയാലോ അതൊക്കെ അറിയാലോ എന്ന് പറഞ്ഞ് അവന് കോൺഫിഡൻസ് കൊടുത്ത് അവനെ എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നു. വാട്ട് പെർഫോമൻസ് ഡിഡ് ചിബി ഗിവ് അറ്റ് ദ ടാലൻറ്റ് ഷോ? എന്ത് പെർഫോമൻസ് ആണ് ടാലൻറ്റ് ഷോയിൽ ചിബി ചെയ്തത്? ചിബി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രോസ്. പല വെറൈറ്റി ആയിട്ടുള്ള കാക്കകളുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു. ഇൻക്ലൂഡിങ് ബേബി ക്രോസ്, വളരെ അല്ലേ, ജസ്റ്റ് ഹാച്ചായ കാക്കകളുടെ കുഞ്ഞുങ്ങളെ വരെ സൗണ്ട് വരെ ഉണ്ടാക്കി. പിന്നെയോ പാരൻ ക്രോസ്, അച്ഛൻ കാക്കകളുടെ അമ്മ കാക്കകളുടെ ഉണ്ടാക്കി. മോർണിംഗ് ക്രോസ്, രാവിലെ എഴുന്നേറ്റ പാടുള്ള കാക്കകളുടെ സൗണ്ട്. പിന്നെ ഹാപ്പി ക്രോസ് ആൻഡ് സാഡ് ക്രോസ്, സങ്കടമുള്ള കാക്കകളും സന്തോഷമുള്ള കാക്കകളുടെ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാക്കകളുടെ സൗണ്ടാണ് ചിബി ടാലൻറ്റ് ഷോയിൽ ചെയ്തത്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രോസ്? എങ്ങനെയാണ് ചിബി കാക്കകളുടെ സൗണ്ട് ഇങ്ങനെ പഠിച്ചെടുത്തത്? ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രോസ് ബൈ ലിസണിങ് ടു ദം എവ്രി ഡേ വൈൽ വാക്കിംഗ് ഫ്രം ഹിസ് ഹോം ടു സ്കൂൾ അറ്റ് ഡോൺ ആൻഡ് ബാക്ക് ഹോം അറ്റ് സൺസെറ്റ് ഫോർ 6 years അല്ലേ. 6 വർഷം അവൻ്റെ ഡെയിലി ഏർലി മോർണിംഗ് എഴുന്നേറ്റ് സ്കൂളിലേക്ക് വരും. അതുപോലെ തന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഉള്ള കാക്കകളുടെ സൗണ്ട് കേട്ടാണ് ചിബി അത് പഠിച്ചെടുത്തത്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? എങ്ങനെയാണ് മറ്റു കുട്ടികൾ ചിബിയുടെ പെർഫോമൻസിനെ റിയാക്ട് ചെയ്തത്? ദി അതർ ചിൽഡ്രൻ വെർ അമേസ്ഡ് ബൈ ചിബീസ് പെർഫോമൻസ്. അവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി ചിബിയുടെ പെർഫോമൻസ് കണ്ടിട്ട്.
ദേ ഫെൽ സോറി ഫോർ ട്രീറ്റിംഗ് ഹിം ബാഡ്ലി ആൻഡ് റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് വെരി ടാലൻറ്റഡ്. എന്താണ്, അവർക്കൊക്കെ അവന് മോശമായിട്ട് അവനോട് പെരുമാറിയല്ലോ അല്ലേ, എന്താണ് സ്ലോ പോക്ക് എന്നും ടൈനി ബോയ് എന്നൊക്കെ ചിബി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് സങ്കടം വന്നു. അവരൊക്കെ അവൻ്റെ റിയൽ കഴിവ് മനസ്സിലാക്കി. ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ന്യൂ നെയിം ഡിഡ് ചിബി ഗെറ്റ് ആഫ്റ്റർ ദ ടാലൻറ്റ് ഷോ ആൻഡ് വൈ? എന്ത് പുതിയ പേരാണ് ചിബിക്ക് ആ ടാലൻറ്റ് ഷോയ്ക്ക് ശേഷം കിട്ടിയത് ആൻഡ് എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയത്? ആഫ്റ്റർ ദ ടാലൻറ്റ് ഷോ ചിബി വാസ് കോൾഡ് ക്രോ ബോയ്. അതിനുശേഷം എന്താണ് പേര് വന്നത്? ക്രോ ബോയ് അല്ലേ, അങ്ങനെയാണ് പേര് വന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹീ കുഡ് ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ് പെർഫെക്റ്റ്ലി. അവന് ഒരുപാട് കാക്കകളുടെ സൗണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ, അനുകരിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് അവൻ ആ പേര് വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റീസ് ആണ്. വളരെ കുറച്ച് 2 ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കാമല്ലോ. ഒന്നാമത്തെ ആക്ടിവിറ്റി, ലെറ്റ് us develop a story map about Chibi at school. It's an interesting way to find all the important parts of a story, like where it happens, who are in it, ആൻഡ് വാട്ട് ഈവൻറ്റ്സ് ടേക്ക് പ്ലേസ്. എന്താ പറയുന്നത്, നമുക്കൊരു സ്റ്റോറി മാപ്പ് ഉണ്ടാക്കാം. എന്താണ് സ്റ്റോറി മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള സംഭവമാണ്. അത് എവിടെയാണ് നടക്കുന്നത്, ആരൊക്കെയാണ് അതിലെ ക്യാരക്ടേഴ്സ്, അത് സ്റ്റോറിയുടെ ഒരു സംഗ്രഹം നമ്മൾ എഴുതണം അല്ലേ. അതിൻ്റെ എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. നമ്മളവിടെ ഫില്ല് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. ഒന്നാമത്തെ നോക്കൂ, ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി എഴുതണം. എന്താണ് ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി? നമുക്കറിയാം, ഇറ്റ്സ് ക്രോ ബോയ്. അതെ. പിന്നെ അത് എഴുതിയ ആളുടെ പേര് എഴുതാം. രണ്ടാമത് ഓഥർ ടാരോ യാഷിമയാണ് അത് എഴുതിയത്. പിന്നെയോ അതിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓർ ആനിമൽസ് ഇൻ ദ സ്റ്റോറി, അതാണ് ക്യാരക്ടേഴ്സ്. നമ്മളിതിനകത്ത് പഠിക്കുന്നത് സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നു, പിന്നെ മെയിൻ ക്യാരക്ടേഴ്സായ ചിബിയുണ്ട്, ഐസോബ് ഉണ്ട്, പിന്നെ കാക്കയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, ക്രോയും കൂടിയുണ്ട്. പിന്നെ അടുത്ത് എന്താണ്? സെറ്റിംഗ്, വെൻ ആൻഡ് വേർ അല്ലേ, വേർ ആൻഡ് വെൻ ദ സ്റ്റോറി ടേക്സ് പ്ലേസ്. എവിടെയാണ് ഈ കഥ നടക്കുന്നത്, എപ്പോഴാണ്, എവിടെയാണ്. സോ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു സമയം നമുക്ക് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്കിങ്ങനെ പറയാം. ഇപ്പം സ്കൂളിൻ്റെ ആദ്യത്തെ ദിവസം അങ്ങനെയാണ് തുടങ്ങുന്നത് സ്റ്റോറി അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴെന്നുള്ള ചോദ്യത്തിന് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ എന്ന് എഴുതാം. ഇനി എവിടെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് എവിടെയാണ്? ഇനി വില്ലേജ് സ്കൂൾ അല്ലേ, ഒരു ഗ്രാമത്തിലൊരു സ്കൂളാണ് ഇത് നടക്കുന്നത്. ഇനി എന്താ അതിൻ്റെ ബിഗിനിങ്, തുടക്കം എങ്ങനെയാണ് നോക്കൂ, അവർ തന്നിട്ടുണ്ട് അത്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ചിബി ഹൈഡ്സ് ബിക്കോസ് ഹി ഫീൽസ് ഡിഫറെൻറ്റ് ആൻഡ് അലോൺ. He is small and quiet and the other kids call him Chibi and leave him out. എന്താ പറയുന്നത്? അവന് വളരെ മടിയാണ്, എല്ലാവരും കൂടെയും കൂട്ടുകൂടാൻ അവൻ്റെ മാറി നിൽക്കും. പിന്നെ എന്താണ്, കൂട്ടുകാരെ കൂടെ കൂടാത്തത് കൊണ്ട് തന്നെ അവനെ ചിബി, വളരെ ചെറുതാണ്, വളരെ കാം ആൻഡ് ക്വയറ്റാണ്, കാണാൻ വളരെ ചെറുതായതുകൊണ്ട് അവനെ ചിബി എന്ന് കൂട്ടുകാർ വിളിക്കും. അവനെ ലെഫ്റ്റ് അല്ലേ, എന്താണ്, അവനെ മാറ്റി നിർത്തും എല്ലാവരിൽ നിന്നും എന്നാണ് അതിൻ്റെ ഒരു തുടക്കം. ഇനി നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ മിഡിൽ പാർട്ടാണ്. നോക്കാമല്ലേ മിഡിൽ പാർട്ട് എങ്ങനെയാണെന്ന്. എ ന്യൂ ടീച്ചർ നെയിംഡ് ഈസോബ് കംസ് ടു ദ സ്കൂൾ. പുതിയ സാർ വന്നു, ഈസോബ് എന്ന് പേരുള്ളത്. ഹി അണ്ടർസ്റ്റാൻഡ്സ് ചിബി സ്പെഷ്യൽ ടാലൻസ് ആൻഡ് എൻകറേജസ് ഹിം. അദ്ദേഹം അവൻ്റെ അവൻ്റെ സ്പെഷ്യലായിട്ടുള്ള കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അവനെ എൻകറേജ് ചെയ്തു. വിത്ത് ദ ടീച്ചേഴ്സ് സപ്പോർട്ട് ചിബി ബിക്കംസ് മോർ കോൺഫിഡൻസ്. ഈ സാറിൻ്റെ സഹായത്തോടു കൂടി അവൻ കൂടുതൽ കോൺഫിഡൻസ് ഉള്ള കുട്ടിയായിട്ട് മാറി. ഇനി അതിൻ്റെ എൻഡിങ് ഇങ്ങനെയാണ്. ഓൺ ടാലൻ്റ് ഡേ ചിബി കോൺഫിഡൻ്റ്ലി ഇമിറ്റേറ്റഡ് ഡിഫറെൻറ്റ് ക്രോ സൗണ്ട്സ്. എന്താണ് ടാലൻ്റ് ഡേൻ്റെ അന്ന് ചിബി വളരെ ധൈര്യത്തോടു കൂടി, എന്താണ്, ആത്മവിശ്വാസത്തോടു കൂടി കാക്കകളുടെ സൗണ്ട്, പലതരത്തിലുള്ള കാക്കകളുടെ സൗണ്ട് ഉണ്ടാക്കി. എന്നിട്ടോ എവ്രി വൺ വാസ് അമേസ്ഡ്. എല്ലാവരും അത്ഭുതപ്പെട്ടു അവൻ്റെ ടാലൻറ്റ് കണ്ടിട്ട്. ആൻഡ് ഫ്രം ദെൻ ഓൺ ദേ പ്രൗഡ്ലി കോൾഡ് ഹിം ക്രോ ബോയ്. അതിനുശേഷം അവരാരും അവനെ എന്താണ് ചിബി എന്ന് വിളിക്കാണ്ട് എല്ലാവരും ക്രോ ബോയ് എന്ന് വിളിച്ചു. ഓക്കെ. ഇനി എന്താണ് അടുത്തത് നോക്കിയേ. വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us about treating others who are different from us? ഈ സ്റ്റോറിയിൽ ഇപ്പം മറ്റുള്ള ആൾക്കാർ കുറച്ച് വ്യത്യസ്തരായിട്ട്, നമ്മളെക്കാളും കുറച്ച് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മളോട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ദ സ്റ്റോറി ടീച്ചേഴ്സ് us to respect, include and be kind to everyone even if they look or act differently from us. എന്താണ്, അപ്പോൾ അവൻ കുറച്ച് വ്യത്യസ്തനായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിലും നമ്മളോട് കളിക്കുന്നില്ല, കൂടെ കൂടുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തനായിട്ടാണ് പെരുമാറുന്നതെങ്കിലും നമ്മൾ ഒരിക്കലും അവരെ അല്ലെങ്കിൽ ആ കുട്ടിയെ മാറ്റി നിർത്താതെ നമ്മുടെ കൂടെ കൂട്ടണം. അവനെ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം, നമ്മുടെ കൂടെ കൂട്ടണം, അവനെ റെസ്പെക്റ്റ് ചെയ്യണം, അവനെ ബഹുമാനിക്കണം നമ്മൾ. പിന്നെ അവനോട് സ്നേഹത്തോടു കൂടി ദയോടുകൂടി സംസാരിക്കണം. വി ഷുഡ് നെവർ മേക്ക് ഫൺ ഓഫ് അതേഴ്സ് ഓർ ലീവ് ദം ഔട്ട്. അവരെ ഒരിക്കലും നമ്മൾ കളിയാക്കി അവരെ മാറ്റി നിർത്താൻ പാടില്ല. എവ്രി വൺ ഡിസേർവ്സ് ഫ്രണ്ട്ഷിപ്പ്, ലവ് ആൻഡ് റെസ്പെക്റ്റ്. എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് അല്ലേ, സൗഹൃദവും സ്നേഹവും ദയയും ഒക്കെ എല്ലാവരും, ബഹുമാനമൊക്കെ എല്ലാവരും അർഹിക്കുന്നുണ്ട്. ദേ ഓൾ ഡിസേർവ്സ്, അവരൊക്കെ എല്ലാവരും അർഹിക്കുന്നുണ്ട്.
എവ്രിവൺ ഈസ് ടാലൻറ്റഡ് ഇൻ ദെയർ ഓൺ വേ. എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിൽ കഴിവുണ്ടായിരിക്കും. എല്ലാവരും ടാലൻറ്റഡ് ആണ് ഇൻ ദെയർ ഓൺ വേ. ചിലപ്പോൾ ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും, മറ്റു കുട്ടി ചിലപ്പോൾ നല്ലോണം പഠിക്കില്ലായിരിക്കും, പക്ഷെ നല്ലോണം കളിക്കുമായിരിക്കും, ക്രിക്കറ്റ് കളിക്കുമായിരിക്കും അല്ലേ. സോ ചില കുട്ടികൾ നല്ലോണം ക്രിക്കറ്റ് കളിക്കും, പക്ഷെ പഠിക്കാൻ കഴിയില്ല. പിന്നെ ചില കുട്ടികൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ നല്ലോണം ചിത്രം വരയ്ക്കായിരിക്കും, നല്ലോണം പാട്ട് പാടും, നല്ലോണം ഡാൻസ് കളിക്കും. സോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാവും. സോ നമ്മൾ ഒരിക്കലും ആരെയും മാറ്റി നിർത്തരുത് എന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് തരുന്ന മെസ്സേജ്. രണ്ടാമത്തെ ആക്ടിവിറ്റി, ഹിയർ ഈസ് എ താങ്ക് യു നോട്ട് പ്രിപ്പയർഡ് ബൈ ചിബി ഫോർ ഹിസ് ടീച്ചർ മിസ്റ്റർ ഈസോബ്. ഇവിടെ ഒരു താങ്ക് യു നോട്ട് തന്നിട്ടുണ്ട്. സാറിനല്ലേ, ചിബി അവൻ്റെ സാർ ഈസോബിന് എഴുതുന്നതാണ്. താങ്ക് യു ഡിയർ ടീച്ചർ, താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ടീച്ചർ ടു മീ. ഇത്രയും നല്ലൊരു ടീച്ചറായാലും വണ്ടർഫുൾ ആയൊരു ടീച്ചറായതിന് നന്ദി. യു ഹെൽപ്പ് മീ വെൻ ഐ വാസ് സ്കെയർഡ് ആൻഡ് ലോൺലി. ഞാൻ ഒറ്റയ്ക്കായപ്പോൾ, ഞാൻ പേടിച്ചപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചു. ഐ എം സോ താങ്ക്ഫുൾ ഫോർ യുവർ കൈൻഡ്നസ് ആൻഡ് സപ്പോർട്ട്. ലവ് ചിബി. എനിക്ക് ഒരുപാട് അങ്ങയോട് തീർത്ത നന്ദിയുണ്ട് എന്നെ സഹായിച്ചതിന്, എൻ്റെ കൂടെ നിർത്തിയതിന് എന്നാണ് ചിബി പറയുന്നത്. നമ്മുടെ ആക്ടിവിറ്റി റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺസ്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പാഠങ്ങൾ നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നു. ആ ഫ്രണ്ടിന് നിങ്ങൾ എഴുതേണ്ട ഒരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. സോ എങ്ങനെ എഴുതാം? താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട് അല്ലേ, അതൊരു ഹെഡിങ് പോലെ എഴുതാം. എന്നിട്ട് എഴുതാം താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഇംഗ്ലീഷ് ലെസൺസ്. You always explain everything patiently and encourage me to do my best. എപ്പോഴും നീ എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തന്നിട്ട് എന്നോട് കൃത്യമായി ചെയ്യാൻ വേണ്ടല്ലേ, നന്നായി ചെയ്യാൻ വേണ്ടി എന്നെ നീ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. നീ വളരെ ക്ഷമയോടുകൂടിയാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാറുള്ളത്. യുവർ ഹെൽപ്പ് ഹാസ് മെയ്ഡ് ലേണിംഗ് ഇംഗ്ലീഷ് ഈസിയർ ആൻഡ് മോർ എൻജോയബിൾ. നിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് ഇത്രയും ഈസി ആയിട്ടും നല്ല ഇഷ്ടത്തോടു കൂടിയും പഠിക്കാൻ കഴിയുന്നത്. ലവ് ശ്രേയസ് എന്തെങ്കിലും പേര് എഴുതുക കേട്ടോ. ലവ് എന്ന് എഴുതി നിങ്ങളുടെ പേര് അവിടെ എഴുതുക കേട്ടോ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ട്രെയിനർ ഓർ കോച്ച് ഹു ഹെൽപ്പ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ആർട്സ് ഫെസ്റ്റിവൽ ഓർ സ്പോർട്സ് ഇവൻറ്റ്. നിങ്ങളുടെ കോച്ചിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാറിന്, നിങ്ങളുടെ ടീച്ചർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനർക്ക് നിങ്ങൾ എഴുതുന്ന ഒരു താങ്ക് യു നോട്ട്. എന്തിനാണ്? നിങ്ങളെ ആർട്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഫെസ്റ്റിവലിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു, അതിനുള്ളൊരു താങ്ക് യു നോട്ട്. സോ നമുക്കിങ്ങനെ എഴുതാം, താങ്ക് യു ഡിയർ കോച്ച്, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ പ്രിപ്പയർ ഫോർ ദ സ്പോർട്സ് ഇവൻറ്റ്. ഈ സ്പോർട്സ് ഇവൻറ്റിന് എന്നെ പ്രിപ്പയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. യുവർ ഗൈഡൻസ്, എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഗേവ് മീ കോൺഫിഡൻസ്. നിങ്ങൾ തന്ന ധൈര്യമാണല്ലേ, നിങ്ങളുടെ തന്ന ധൈര്യമാണ് എനിക്ക് ഇത്രയും കൂടുതൽ സപ്പോർട്ടാണ് എനിക്ക് ഇത്രയും കൂടുതൽ ധൈര്യം ഉണ്ടാക്കിയത്, ആത്മവിശ്വാസം ഉണ്ടാക്കിയത്. ഐ ലേൺ മെനി ന്യൂ സ്കിൽസ് ബിക്കോസ് ഓഫ് യു. സാറിൽ നിന്ന് ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു, കഴിവുകൾ പഠിച്ചു. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ യുവർ ഹെൽപ്പ്. എല്ലാ ഹെൽപ്പിനും ഞാൻ അങ്ങയോട് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. ലവ് നിങ്ങളുടെ പേര് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.